2022 ജൂൺ 17 ആയിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 2019 മുതലാണ് ഞാൻ കൃപാസനപുത്രം എൻ്റെ കയ്യിൽ കിട്ടണത്. അപ്പോൾ മുന്നേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സാധാരണ ഒരു ധ്യാനകേന്ദ്രം പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. മാതാവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് 19 കൃപാസനപത്രം എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ അറിയണേ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന്. പക്ഷേ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് മാതാവ് ഫാത്തിമ, മെഡ്ജുഗോറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അത് കാണാൻ തക്ക യോഗ്യതയുള്ളത് ആരുമില്ല. കാരണം നമ്മളൊക്കെ പാപികളാണല്ലോ. അങ്ങനെ വിശുദ്ധിയുള്ള ആരുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യൂട്യൂബിൽ ജോസഫ് അച്ഛനെ കാണുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നത് ഇങ്ങനെയാണ്. അതെൻ്റെ തോന്നൽ മാത്രമാണ്. അച്ഛൻ സഭയിൽ നിന്ന് പുറത്താക്കിയ അച്ഛനാണ്. കാരണം അച്ഛൻ്റെ ഉടുപ്പിൻ്റെ കളറാണ് അങ്ങനെ തോന്നാൻ എനിക്ക് കാരണം. അപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കിയ കാരണം കൊണ്ട് അച്ഛന് വെള്ള ഉടുപ്പൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ സഭയ്ക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആളുകളെയൊക്കെ മാതാവിൻ്റെ പേരും പറഞ്ഞ് ഇവിടേക്ക് ആകർഷിച്ചിട്ട് അവരെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുക. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെ വരുന്ന എന്തോരം മക്കളാണ് ദൈവത്തിൽ നിന്ന് അകലണത്, അവരെയൊക്കെ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് തന്നെ അടുപ്പിക്കണം. അപ്പം ഞാൻ 19 മുതൽ 22 വരെ ഞാൻ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മാതാവിനോടും ഈശോയോടും ദൈവപിതാവിനോടും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഒരിക്കലും ഈ മക്കളെ ഒന്നും ദൈവത്തിൽ നിന്ന് അകറ്റല്ലേ മാതാവേ, ഈ കൃപാസനം ഇതിവിടെ നിന്നു പോകണം, അല്ലെങ്കിൽ അങ്ങയുടെ മക്കളൊക്കെ ദൈവത്തിൽ നിന്ന് അകലും, അതിനൊരിക്കലും അനുവദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 2022 ഏപ്രിൽ എൻ്റെ ഇടവക പള്ളിയിലെ തിരുനാൾ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ സാക്ഷ്യങ്ങൾ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം ആ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചിന്തിച്ച പോലെയൊന്നല്ല കാര്യങ്ങൾ. ഇവിടെ മാതാവിൻ്റെ പേരിലുള്ള തട്ടിപ്പൊന്നുമല്ല നടത്തണത്. ഒറിജിനൽ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണെന്ന് ആ സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ 2-3 മണിക്കൂർ ഇരുന്നിരിപ്പിൽ ആ സാക്ഷ്യം കേട്ടതിന് ശേഷം പള്ളിയിലെ പ്രദക്ഷിണത്തിന് ഞാൻ വൈകിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രദക്ഷിണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി, എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി ഒന്ന് ട്വിസ്റ്റായ പോലെ എനിക്ക് തോന്നി. അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അസഹ്യമായ വേദന, എല്ല് പഴുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്നിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, കാല് പ്ലാസ്റ്റർ ഇട്ട് ചിലപ്പോൾ 1.5 മാസമൊക്കെ ഇരിക്കേണ്ടി വരും എന്നുള്ള ചിന്തയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന വീട്ടിലെല്ലാ പണികളും അടുക്കളയിലെ പണികളൊക്കെ ഒതുക്കി വെച്ചു. അങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകിട്ട് ഒരു 11 മണിയായപ്പോൾ ഞാൻ കിടന്നപ്പോഴേക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടത് ഓർമ്മ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ സഞ്ചാരി മാതാവ് എന്നല്ലേ പറയണേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാല് തൊട്ട് നീ സുഖപ്പെടുത്തണം. നീ സുഖപ്പെടുത്തിയ ഞാൻ വിശ്വസിക്കും നീ ഇവിടെ കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാമെന്നു. എനിക്കപ്പോൾ ഉറപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് വരില്ല. കാരണം ഞാൻ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കാതിരുന്ന ആളാണ്. അപ്പോൾ അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വരില്ല എന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചത്. ഞാനങ്ങനെ വേദനിച്ച് എപ്പോഴോ കിടന്നുറങ്ങി. ഉറക്കത്തിനിടയിൽ ഞാൻ അറിഞ്ഞു എൻ്റെ കാലുമ്മേ ഈ ചൂണ്ടാണി വിരൽ കൊണ്ട് ഒരാളിങ്ങനെ തഴുകണതായി ഞാൻ അറിഞ്ഞു. തഴുകിയിട്ട് എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി പിടിച്ചൊന്ന് ട്വിസ്റ്റാക്കി. പക്ഷേ എനിക്ക് വേദനയൊന്നും എടുത്തില്ല. അത് പെട്ടെന്ന് ഞാൻ പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നീ എൻ്റെ അരികിലേക്ക് വന്നോ? അല്ല, എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നണില്ല, എന്താ ചെയ്യുക, ഞാനൊന്ന് കാലൊന്ന് നിലത്ത് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാല് നിലത്ത് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ നേരത്തെ വേദന ഇല്ല. ഞാൻ പറഞ്ഞു, മാതാവ്, എനിക്ക് രാത്രി കിടക്കാൻ നേരത്തുള്ള വേദന ഇല്ലല്ലോ. ഞാൻ വേഗം പോയി യൂറിൻ പാസ് ചെയ്ത് വന്നു. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ നേരം വെളുക്കുമ്പോഴായിരിക്കും ഈ വേദന മുഴുവൻ ഇനി രണ്ടാമത് തുടങ്ങാൻ പോണേന്ന്. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് അന്ന് കുറച്ച് കുർബാന സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് പോകാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു, നീ പോവാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കാലിൻ്റെ അവസ്ഥ ഞാൻ നോക്കട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുന്തോറും എൻ്റെ കാലിനൊരു വേദനയില്ല. അപ്പോൾ എനിക്ക് സംശയമായി, മാതാവേ എനിക്ക് ഇന്നലെ ഒന്നും പറ്റിയില്ലേ, എൻ്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് പറ്റി, അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തത്. പിന്നെ എനിക്ക് സംശയമായി. പിന്നെ അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു അല്ല എനിക്ക് പറ്റി, മാതാവ് എന്നെ വന്ന് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന്. അപ്പോൾ മുതൽ ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ എത്തണം. ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഡൗൺലോഡ് ചെയ്ത് എഴുതിയെടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഉടമ്പടി ക്രമത്തിൽ ഞാൻ എൻ്റെ ഓരോ പ്രാർത്ഥനയും നടത്തി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ എന്നെ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ ദൈവപിതാവിനോട് പറഞ്ഞു, പിതാവേ ഇവരോട് 2 പേരോടും പറഞ്ഞിട്ട് കേൾക്കണില്ല, നീ ഒന്ന് പറയേ എന്നെ ഒന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകാൻ. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ബീന ചേച്ചി ഇവിടേക്ക് വരണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബീന ചേച്ചിയുടെ കൂടെ ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണ നേരത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ജൂലൈ 20-ാം തീയതി ഒന്നും സംഭവിക്കാൻ പോണില്ല, അടുത്ത ജൂലൈ 20-ാം തീയതി സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്നു പറഞ്ഞ കാരണം ഇതാണ്, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ പ്രധാന നിയോഗമായിരുന്നത് എൻ്റെ സഹോദരൻ്റെ വീട് നിർമ്മാണമാണ്. അവൻ 10 വർഷമായി വീട് പണിയാൻ വേണ്ടി നടക്കണ്. ഒരു സ്ഥലം നോക്കിയിട്ട് കിട്ടണില്ല. ഒരു പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അത് നടക്കണില്ല. 10 വർഷമായി വീട്ടിലും ഉള്ളവരും അവനുമൊക്കെ വളരെ മാനസികമായിട്ട് വിഷമിച്ചാണ് നടക്കണേ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, എന്ത് വീട് പണിയാത്ത. അവൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാമ്പത്തികമായി അത്ര ബുദ്ധിമുട്ടിലല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് വീട് പണിയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, കൂടുതലായിട്ടും അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് എല്ലാവരും പറയണേ. അപ്പോൾ അവന് ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല, എവിടെ സ്ഥലം വാങ്ങണം, എവിടെ വീട് വയ്ക്കണം എന്നൊക്കെ. അതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം നിയോഗം ഞാൻ എഴുതിയത്, മാതാവേ അവൻ്റെ വീട് പണിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ജൂലൈ 20 എന്നുള്ളൊരു ഡേറ്റ് എൻ്റെ ഉള്ളിൽ കിട്ടിയത്. ജൂലൈ 20 എന്താണെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അടിയിൽ എഴുതിയേക്കണ ഇതിൽ ജൂലൈ 20-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ജോസഫ് അച്ഛൻ ബിഷപ്പ് ഹൗസിൽ സമർപ്പിച്ചതെന്ന്. അപ്പോൾ ആ 20-ാം തീയതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 1 വർഷത്തോളം പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ജൂൺ 17-ാം തീയതി, അതായത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യ വാർഷിക ദിനം എന്ന് പറയാം, ആ ദിവസം ഞാൻ വളരെ ഇങ്ങനെ വിഷമിച്ച അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതുവരെ ഒന്നും ആയില്ലല്ലോ, അവൻ്റെ സ്ഥലം വാങ്ങലും വീട് വയ്ക്കലും ഒന്നും ആയില്ലല്ലോ. ഞാൻ പറഞ്ഞു അമ്മേ, ഞാൻ ജൂലൈ 20-ന് മുമ്പ് അവന് വീട് പണിയേണ്ട സ്ഥലം എവിടെയാണ്, ദൈവപിതാവ് എവിടെയാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു സൂചന കിട്ടിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഞാനത് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിച്ചു 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം 7 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. ഞാനങ്ങനെ 5:30 ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ സമയം കിട്ടും എനിക്ക് തോന്നുമൊക്കെ, അതായത് സൗകര്യമായ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 സമയത്ത് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അങ്ങനെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു സൂചനയൊന്നുമില്ലല്ലോ, വീട് പണിയും സ്ഥലവും കിട്ടുക എന്നതല്ല അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ സ്ഥിരീകരിക്കുന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ചോദിച്ചേക്കണേ. അപ്പോൾ സ്ഥലവും വീടും കിട്ടിയില്ലെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കില്ല എന്നൊരു മെസ്സേജ് എനിക്ക് തരരുത്, അതെന്തായാലും സംഭവിച്ചിരിക്കണം അമ്മേ എന്ന് പറഞ്ഞു. ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് ഉള്ളിൽ പേടിയായി തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കില്ല എന്ന് വരുമോ? ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അങ്ങനെ വരരുത്, ഞാൻ ഡേറ്റ് പിൻവലിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി, അല്ല ഞാൻ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയണത്, വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. പുത്രനോട് പറഞ്ഞാൽ എന്തായാലും കേൾക്കുമല്ലോ, പിതാവുണ്ടല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് സംഭവിക്കണത്, ഞാൻ പിൻവലിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജൂലൈ 16-ാം തീയതി 2:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനായിട്ട് തിരികെത്തിക്കാൻ പോയ സമയത്ത് എൻ്റെ ബ്രദർ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ആഗ്രഹിച്ച സ്ഥലം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 8 അമ്മയുടെ ജന്മദിനമല്ലേ,
സെപ്റ്റംബർ 8 മുൻപ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഡോക്യുമെൻ്റ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുമെന്നുള്ള ഏറ്റവും നല്ല ഉറപ്പായിട്ട് ഞാനത് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 25 സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അവർ പറഞ്ഞു ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ എന്ന്. സെപ്റ്റംബർ 8 മുമ്പ് 8 ആകെ 3 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ, ഓണം ഹോളിഡേയ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സെപ്റ്റംബർ 8 മുന്നേ 3 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ, 10 വർക്കിംഗ് ഡേയ്സ് വേണമെന്നാണ് അവർ പറഞ്ഞേക്കണേ, എന്ത് ചെയ്യും, ഡേറ്റ് പിൻവലിക്കണോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, വിശ്വാസക്കുറവുണ്ടല്ലേ, മനുഷ്യരല്ലേ പറഞ്ഞേ 10 വർക്കിംഗ് ഡേയ്സിന്ന്, ദൈവത്തിന് എല്ലാം സാധ്യമാണല്ലോ. 3 വർക്കിംഗ് ഡേയ്സായി, ആ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് മാതാവിനെ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുന്നതോറും എനിക്ക് ആദ്യമായി. ഞാൻ പറഞ്ഞു, അമ്മേ ഓരോ ദിവസങ്ങൾ 1, 2, 3, 4 ദിവസങ്ങൾ കടന്നു പോകണമെന്ന് സെപ്റ്റംബർ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ സെപ്റ്റംബർ 7 വൈകിട്ട് 4 മണിക്ക് എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്യുമെൻ്റ് കൈ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, 4 മണി എന്ന് പറയുന്നത് സഭയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്ത സമയമാണ്. ആ സമയത്ത് തന്നെ അമ്മ ആ ഡോക്യുമെൻ്റ് തന്നു. അങ്ങനെ അവൻ്റെ വീട് പണി തുടങ്ങി, ഇപ്പോൾ വീട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കാലുവേദന ഉണ്ടായിരുന്നു, ഭയങ്കര കാലുവേദന, റൈറ്റ് ഹാൻഡ് ലെഗായിരുന്നു. എനിക്ക് രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല, ഇരിക്കുന്നിടത്ത് എനിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, ഒരു പണി ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ പോയി ഡോക്ടറെ കാണാൻ. എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പറയണം ഞാൻ ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് വ്യാഴം, നാളെ വെള്ളി, മറ്റന്ന് ശനി, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ കാല് തെന്നി ഞാൻ വീണു എന്ന് പറഞ്ഞാൽ കാല് തെന്നി. പിന്നെ ഞാൻ വീഴണത് സ്ലോ മോഷനിലാണ്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് പോലെ സ്ലോ മോഷനിൽ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെന്തൊരു വീഴ്ചയത്, ഞാൻ സ്ലോ മോഷനിലുള്ള പോണത്, ഞാൻ നിലത്ത് എന്നെ ഒരാൾ കൊണ്ട് പിടിച്ച് കെടുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തലയൊന്നും പതുക്കെ കൊണ്ടുവച്ചു, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് തലയ്ക്കൊന്നും പറ്റിയില്ല, എൻ്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല, പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കാൽ വിരലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്ന്. നോക്കിയപ്പോൾ എൻ്റെ കാൽ വിരൽ മുകളിലേക്ക് റോക്കറ്റ് പോണ പോലെ നിൽക്കണ്. ഞാൻ വേഗം തൈലവും ഉപ്പും തേനും എടുത്ത് കാലിൻ്റെ പാദത്തുമ്പോൾ പറ്റിയിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ വിരലിന് മാത്രമേ പറ്റാവൂ, മുകളിലേക്ക് ഒന്നും പറ്റരുത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറോട് ഈ കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എക്സ്റേ എടുത്തു. കാലിൻ്റെ വിരലിന് അധികം ഒന്നും പറ്റിയിട്ടില്ല, ബാൻഡേഡ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഈ കാലും ഭയങ്കര വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തണ്ടൽ വേദനയുടെ തുടക്കമായിരിക്കും, മരുന്ന് 2 ആഴ്ചയ്ക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച മരുന്ന് കഴിഞ്ഞു ചെന്നു. ഡോക്ടർ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അമ്മ, വേദനയ്ക്ക് കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ തണ്ടലിൻ്റെ ഒരു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ എക്സ്റേ എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയാലും അമ്മ തന്നെ റിസൾട്ടായിട്ട് ഞാൻ കരുതും എന്ന് പറഞ്ഞു. കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ എക്സ്റേക്ക് കയറിയത്. എക്സ്റേ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വന്ന് റിസൾട്ട് കണ്ടു കഴിഞ്ഞ് ഡോക്ടർ എന്നോട് ചോദിച്ചു, എത്ര നാളായി ഈ കാലുവേദന തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു, 1 മാസം ആയിട്ടുള്ളൂ. 1 മാസം ആയിട്ടുള്ളൂ എന്നുള്ള ഡോക്ടറെ ചോദ്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം സീരിയസ് ആണ്. ഡോക്ടർ പറഞ്ഞു, ഇതാകെ പരിതാപകരമാണ്, എക്സ്റേ എല്ല് ദ്രവിച്ചേക്കാണ്, ബെൽറ്റ് ഇട്ട് കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം അമ്മോട് പറഞ്ഞു, അമ്മേ, ഞാൻ ബെൽറ്റിട്ട് ഞാൻ കിടക്കില്ല, അമ്മേ, എനിക്ക് പറ്റില്ല ബെൽറ്റിട്ട് എടുക്കാൻ, ഞാൻ ബെൽറ്റിട്ട് കിടക്കില്ല, എൻ്റെ മരുന്ന് ഉപ്പ്, തൈലം, തേൻ അത് മാത്രമായിരിക്കണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചയും കൂടി ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൂടിയും കഴിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ വേദന മാറി എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും വേദന മാറില്ല, ഇനിയും മരുന്ന് തുടർന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. വീട് വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വേദനയില്ല, എൻ്റെ അസുഖമൊക്കെ മാറി, പിന്നെ എന്തിനാ ഞാൻ മരുന്ന് കഴിക്കണം, ഞാൻ കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ആ മരുന്ന് ഇപ്പോഴും ഡോക്ടർ തന്ന എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 1.5 വർഷമായി ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുമില്ല, ഡോക്ടർ പിന്നീട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുമില്ല. എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി, എനിക്കിപ്പോൾ കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഭയങ്കര സംരക്ഷണം കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് അമ്മ പറഞ്ഞു, ജോസഫ് അച്ഛൻ മോശയെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, മോശയെ പോലെ ആണെങ്കിൽ എനിക്ക് തെളിവ് തരണം, അച്ഛൻ മോശയെ പോലെയാണെന്നുള്ളതെന്ന്. അങ്ങനെ ഞാൻ അമ്മോട് ചോദിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അടുക്കളയിൽ പണി ചെയ്തുകൊണ്ട് നിൽക്കുമേ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ടേക്ക് ദ വേർഡ് ടേക്ക് ദ വേർഡ് ടേക്ക് ദ വേർഡ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇത് ജോസഫ് അച്ഛനാണല്ലോ പറയണേ, ഉടമ്പടി ധ്യാനത്തിൽ പറയണതാണല്ലോ, അച്ഛൻ പറയണത് പിതാവിന് എന്നോട് എന്തോ പറയാനുണ്ട്, അപ്പോൾ വചനം എടുക്കാനാണ് പറയണേ. ഞാൻ പോയി വചനം എടുത്തു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം 77 കിട്ടി. 10 മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞ് 19ാമത്തെ വചനം എത്തിയപ്പോൾ ഞാൻ നിർത്തി. കാരണം എന്നെ ആകർഷിക്കുന്നതായ ഒരു വചനം എനിക്ക് അതിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് കടന്നു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുമ്മ കാല് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് സ്റ്റെപ്പിൻ്റെ തുമ്പിലായിപ്പോയി. ഞാൻ തിരിഞ്ഞും മറഞ്ഞും പുറകിലേക്ക് വീഴാൻ പോയപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ബാക്കടിച്ച് വീണാലുള്ള അവസ്ഥ 2ാമത്തെ വീഴ്ചയാണ്. എനിക്ക് വീഴ്ച ഭയങ്കര പേടിയാണ്. ഞാൻ മാതാവിൻ്റെ ഉള്ളിൽ വെച്ച് മാതാവേ എന്ന് പറഞ്ഞ് വിളിക്കുക. പിന്നെ ഞാൻ നോക്കണത് ഞാൻ തിരികെ നോർമലായിട്ട് ഞാൻ 3ാമത്തെ സ്റ്റെപ്പുമേലേക്ക് കാല് വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങണതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ബൈബിള് വായിച്ചത് പൂർത്തിയാക്കാണ്ട് എഴുന്നേറ്റ് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തിരിച്ചുപോയി ഞാൻ ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ വായിച്ചു വന്നപ്പോൾ 20ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയണു, മോശയും അഹറോനും തൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ നയിച്ചു എന്ന്. പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അച്ഛൻ മോശയെ പോലെ ആണെങ്കിൽ അമ്മ എനിക്ക് തെളിവ് തരണമെന്ന്. അപ്പോൾ അതായിരുന്നു എനിക്കുള്ള തെളിവ്. പിന്നെ വേറെ 2-3 പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അമ്മയുടെ പ്രത്യേക സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമേ, ഉടമ്പടി ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു, ഉടമ്പടി ധ്യാനം എന്ന് വെച്ചാൽ കൃപാസന അൾത്താരയിൽ വച്ചിരിക്കുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ ചൂടുള്ള ചോറാണ്. അത് ജോസഫ് അച്ഛൻ നമുക്ക് നമ്മുടെ ആവശ്യം പോലെ വിളമ്പി തരുന്നു എന്ന്. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എനിക്ക് തോന്നിയത് ശരിയാണെങ്കിൽ എനിക്ക് അതിനൊരു തെളിവ് തരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുതുക്കാൻ ഇവിടെ വന്ന് മോളിലിരിക്കും മയങ്ങിപ്പോയ സമയത്ത് എൻ്റെ മുഖത്തേക്ക് ആവി അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ചൂടുള്ള ചോറിൻ്റെ സ്മെല്ലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഉടമ്പടി ധ്യാനമെന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള ചോറാണ്, അത് ജോസഫ് അച്ഛൻ നമുക്ക് ജോസഫ് അച്ഛൻ വിളമ്പിത്തരുന്നതിൻ്റെ സൂചനയായിട്ടാണ് അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുഭവം എനിക്കുണ്ടായത്. പിന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ പുതുക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേ നീ എവിടെയാണെന്ന് ഞാനിങ്ങനെ വിളിച്ചു. പെട്ടെന്ന് ഒരു നല്ലൊരു സ്വർഗീയ സുഗന്ധം എനിക്ക് ചുറ്റും പരന്നു. ഞാൻ എൻ്റെ കൂടെ നിൽക്കണവരോട് ചോദിച്ചു, നിങ്ങൾക്കെല്ലാവർക്കും സുഗന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, സുഗന്ധമില്ല. നിങ്ങളുടെ മൂക്ക് അങ്ങനെ അടഞ്ഞിട്ടുണ്ടോ? ഇല്ല, അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ പരിശുദ്ധമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സുഗന്ധം 13 വർഷം മുന്നേ ഞാൻ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ സുഗന്ധമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് വേളാങ്കണ്ണിയിൽ വെച്ച് എനിക്ക് കിട്ടിയ സുഗന്ധമാണല്ലോ, എനിക്ക് ഈ സുഗന്ധം ഒന്ന് സ്ഥിരീകരിക്കണം, അതിനുവേണ്ടി എനിക്ക് വേളാങ്കണ്ണിയിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് അധികം വൈകാതെ തന്നെ വേളാങ്കണ്ണിയിലേക്ക് പോകാനൊരു അവസരം വന്നു. അവിടെ ചെന്ന് ഞാൻ അവിടെ വേളാങ്കണ്ണിയിൽ വെച്ച് വേളാങ്കണ്ണി മാതാവിന് മാലയിടിയിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ രംഗം ഒന്നും കൂടിയും ആവർത്തിക്കാൻ വേണ്ടി ഞാൻ മാലയും മേടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഇടാൻ പോകുമ്പോൾ എനിക്ക് അത് വലിയ സുഗന്ധമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, കൃപാസനമ്മേ ഇതിനൊരു സുഗന്ധമില്ലല്ലോ, ഇവിടെ വെച്ച് തന്നെയാണല്ലോ എനിക്ക് സുഗന്ധം കിട്ടിയത്. അപ്പോൾ ഞാൻ അന്ന് 13 വർഷം മുന്നേ എനിക്കുണ്ടായ സുഗന്ധം എന്താ ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ 2ാമതും ആ സുഗന്ധം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സുഗന്ധം തന്നെയാണ് അന്ന് എനിക്ക് കിട്ടിയത്, ആ സുഗന്ധം തന്നെയാണ് കൃപാസനത്തിൽ വെച്ച് അമ്മേനെ വിളിച്ചപ്പോൾ ഉണ്ടായ സുഗന്ധം. പിന്നീട് ഒരിക്കലും ഞാൻ പുതുക്കാനായിട്ട് വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാക്ഷ്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മ വരുമ്പോൾ മക്കൾ വരുമ്പോൾ അമ്മ സ്വീകരിക്കാൻ നിൽക്കണതായിട്ട്, അമ്മയ്ക്ക് എന്നെയും ഒന്ന് സ്വീകരിക്കാൻ നിന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ അവിടെ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ കയറി. അവിടെ ചെന്ന് മാതാവിൻ്റെ ചില്ലുമ്മ തൊട്ട വശം ഭയങ്കര സുഗന്ധം. അപ്പോൾ ആ സുഗന്ധവും വേളാങ്കണ്ണിയിൽ വെച്ചുണ്ടായ സുഗന്ധമാണ്, ഒരേ സമയം 2 സുഗന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഈ 2 സുഗന്ധവും എനിക്ക് വേളാങ്കണ്ണിയിൽ വെച്ച് ഉണ്ടായ സുഗന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും കുറേ അനുഭവങ്ങൾ, ആത്മീയമായ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. വചനം വായിക്കാനായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഗ്രഹിച്ചു വായിക്കാനുള്ള വലിയൊരു കഴിവ് തന്നു.
പിന്നെ കാരുണ്യ പ്രവർത്തികൾ, സഹായം ആവശ്യമുള്ളവർക്കൊക്കെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാതാവ് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഉടമ്പടി പത്രം ആർക്കൊക്കെയാണോ കൊടുത്തേക്കണേ അവർക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം ഉടമ്പടി പത്രം അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ആ അവസ്ഥയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഉടമ്പടി പത്രം ആവശ്യമുള്ള കൈകളിൽ മാത്രം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് അത് പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി പത്രം അമ്മേ ആവശ്യമുള്ളവരുടെ കൈകളിൽ തന്നെ എത്തണം, അവിടെ ഇവിടെയും ചെന്ന് കിടക്കരുത്, അതങ്ങനെ നശിച്ചു പോകരുത്, അതിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അമ്മ എന്നോട് ആവശ്യപ്പെട്ട വേറൊരു കാര്യം അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഞാൻ നിയോഗം എഴുതിയതിൽ അഭിഷിക്തർക്ക് വേണ്ടി എഴുതാറുണ്ട്. അഭിഷിക്തർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാൻ അമ്മ സ്വപ്നത്തിലൂടെ എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ അഭിഷിക്തർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇത്രയും അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയ അമ്മയ്ക്കും ഈശോയ്ക്കും ദൈവപിതാവിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.